ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 7 രണ്ടാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. സോയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത് ത്വം ജഗതാം പതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവഃ ശ്രുതിസുഖാം കുർവംസ്തപപ്രേരണാം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ സ്വയം സത്യലോകത്തിൽ രജോഗുണ പ്രധാനനായി ബ്രഹ്മാവായി ജന്മമെടുത്ത് എല്ലാവിധത്തിലുള്ള സൃഷ്ടികർമ്മവും നടത്താൻ തൽപരനായിത്തീർന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖല്ലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. സോയം സഹ അയം, സഹ അങ്ങനെയുള്ള അയം അദ്ദേഹം, ആ ബ്രഹ്മാവ്. സോയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് വിശ്വവിസർഗ ദത്തഹൃദയ, വിശ്വവിസർഗം വിശ്വസൃഷ്ടിക്കായി ദത്തഹൃദയ ആഗ്രഹമുള്ള ഹൃദയത്തോടു കൂടി സംപശ്യമാനഃ സ്വയം, സംപശ്യമാനഃ അറിവ് സമ്പാദിക്കുവാനായി ശ്രമിച്ചു. സൃഷ്ടിക്കു വേണ്ടതായ അറിവ് സമ്പാദിക്കുവാനായി സ്വയം ശ്രമിച്ചു. അങ്ങനെയുള്ള ബ്രഹ്മാവ് വിശ്വസൃഷ്ടിക്കു വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി സ്വയം പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടിയുള്ള അറിവ് നേടാൻ ശ്രമിച്ചു. ബോധം ഖല്ലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. ബോധം അറിവ്, ഖലു ആകട്ടെ, അനവാപ്യ കിട്ടിയില്ല. അവാപ്യ എന്ന് പറഞ്ഞാൽ കിട്ടുക, അനവാപ്യ കിട്ടിയില്ല. ഇങ്ങനെ സ്വയം ശ്രമിച്ചെങ്കിലും ബോധം ഖല്ലു അനവാപ്യ അറിവ് ആകട്ടെ കിട്ടിയില്ല. വിശ്വവിഷയം പ്രപഞ്ചത്തിനെ എങ്ങനെ സൃഷ്ടിക്കണം, എന്തൊക്കെ സൃഷ്ടിക്കണം എന്ന വിഷയത്തെപ്പറ്റി ബോധം ഖല്ലു അനവാപ്യ അറിവ് ആകട്ടെ കിട്ടിയതും ഇല്ല. അങ്ങനെ ചിന്താകുലസ്തസ്തിവാൻ, ചിന്താകുലഹ ചിന്താകുലനായി, സ്തസ്തിവാൻ ദുഃഖിതനായി തീർന്നു. ഇപ്രകാരം അങ്ങനെയുള്ള ബ്രഹ്മാവ് വിശ്വസൃഷ്ടിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി സ്വയം അറിവ് നേടാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തതുകൊണ്ട് ചിന്താകുലനായി ദുഃഖിതനായി തീർന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. താവത് ത്വം ജഗതാം പതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീം ഏനമശിശ്രവ ശ്രുതിസുഖാം കുർവംസ്തപ പ്രേരണാം. താവത് അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ബ്രഹ്മാവ് ദുഃഖിതനായിരിക്കുമ്പോൾ, താവത് അപ്പോൾ, ത്വം അങ്ങാകട്ടെ, ജഗതാംപതേ ഈ ജഗത്തിൻ്റെ നാഥനായിട്ടുള്ള ഭഗവാനെ, തപതപേത്യേവം തപതപഹ തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യൂ, ഇത്യേവം ഇതി ഏവം ഹി, ഇതി ഏവം എന്ന് പറഞ്ഞാൽ എന്ന് ഇപ്രകാരം, ഹി തന്നെ, ഇത്യേവം ഹി എന്നിപ്രകാരം തന്നെ, തപതപഹ ഇത്യേവം ഹി തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യൂ എന്നിപ്രകാരം തന്നെ, വൈഹായസീം വിഹായസിൽ നിന്നുള്ള ശബ്ദത്തെ, വൈഹായസീം എന്ന് പറഞ്ഞാൽ വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശം, വൈഹായസീം ആകാശത്തിൽ നിന്നുള്ള വാണിം വാക്കിനെ, ഏനം അദ്ദേഹത്തെ ആ ബ്രഹ്മാവിനെ, അശിശ്രവഹ കേൾപ്പിച്ചു. അപ്പോൾ ഭഗവാനാകട്ടെ തപഹ തപഹ തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യൂ എന്നുള്ള ആകാശത്തിൽ നിന്നുള്ള ശബ്ദത്തെ അല്ലെങ്കിൽ വാക്കിനെ, അശരീരിയെ, ഏനമശിശ്രവ അദ്ദേഹത്തെ കേൾപ്പിച്ചു, ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു. ശ്രുതിസുഖാം കാതിന് ഇമ്പമുള്ള ശബ്ദത്തിൽ, ശ്രുതിസുഖാം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ മധുരതരമായ ശബ്ദത്തിൽ ഈ ബ്രഹ്മാവിനെ ആകാശത്തിൽ നിന്നുള്ള അശരീരി കേൾപ്പിച്ചു. തപഹ തപഹ എന്ന്, തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യൂ എന്ന്. കുർവംസ്തപ പ്രേരണാം തപപ്രേരണാം, തപഹ തപസ് ചെയ്യുവാനുള്ള പ്രേരണാം പ്രേരണയെ
കുറുവൻ ചെയ്തു. ഇങ്ങനെ തപഹ തപഹ എന്നുള്ള മധുരവാണി അശരീരിയായി ബ്രഹ്മാവിനെ കേൾപ്പിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്യാനുള്ള പ്രേരണയെ കുറുവൻ ചെയ്തു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് വിശ്വസൃഷ്ടിക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി സ്വയം പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് നേടാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തതുകൊണ്ട് ചിന്താകുലനായി ദുഃഖിതനായി തീർന്നിരിക്കുമ്പോൾ അങ്ങാകട്ടെ അങ്ങനെ ബ്രഹ്മാവ് ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, പ്രളയജലം മാത്രമാണ് ചുറ്റും കാണുന്നത്. ആ സമയത്ത് ഭഗവാനെ അങ്ങ് തപഹ തപഹ എന്ന് തപസ്സു ചെയ്യൂ എന്ന് കാതിന് സുഖം നൽകുന്ന ശബ്ദത്തിൽ ഒരശരീരി ബ്രഹ്മാവിനെ കേൾപ്പിച്ച് ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാൻ പ്രേരണ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്ത്വം ജഗതാം പതേ തപതപേത്യേവം ഹി വൈഹായസിം വാണീമേനമശിശ്രവശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സോയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്ത്വം ജഗതാം പതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.